മുഗൾ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഒരു മുഖ്യ കക്ഷി കൂടിയായ പ്രിയങ്കരനായ മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാദി തങ്ങൾ മുഗളാനാണ് ഇന്ന് മുഗൾ ന്യൂസിനോടൊപ്പം ചേരുന്നത്. താങ്കളുടെ വിലയേറെ സമയത്ത് നമുക്കൊരു ചെറിയ സമയം അനുവദിച്ച് ലഭിക്കുകയാണ്. ഈ അവസരത്തിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ താങ്കൾക്ക് മുഗൾ ന്യൂസിലേക്ക് സ്വാഗതം. തങ്ങളെ MSF-ലൂടെ യൂത്ത് ലീഗിലൂടെ രാഷ്ട്രീയം തുടങ്ങിയ വ്യക്തിത്വമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റായി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായും വളരെ സന്തോഷം. മുസ്ലിം വേണ്ടി പുറത്തുന്നു പറഞ്ഞതുപോലെ തന്നെ MSF-ലൂടെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ ഈ മുഗ്രാലിലെ ഈ ഗ്രാമത്തിലൂടെ പ്രവർത്തിച്ചു. അതിൻ്റെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായി പിന്നീട് യൂത്ത് ലീഗിലൂടെ സ്റ്റേറ്റ് സാധിച്ചു. ഇപ്പോൾ അൽഹംദുലില്ലാ ഈ ഒരു പ്രത്യേക ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരവസരം മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ സാധിച്ചു. അത് ഈ പ്രസ്ഥാനത്തിൽ ഈ ഹരിത സംഘ ശക്തിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള അംഗീകാരമായി കണക്കാക്കുന്നു. ഒരു വലിയ ചുമതലയാണ് മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം. അത് ഒരു മുഖ്യമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ് തങ്ങൾ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് വരുന്നത്. നിലവിലെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ട്രഷറും ഒക്കെ മത്സരരംഗത്താണ്. ഒരു ചാലഞ്ച് ആയിരുന്നു. തീർച്ചയായും യഥാർത്ഥത്തിൽ പിന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു മേജർ പാർട്ടി വളരെ പ്രാപ്തരായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു കഴിഞ്ഞ മണ്ഡലം കമ്മിറ്റിയിലുണ്ടായിരുന്നു. സ്വാഭാവികമായ ഒരു ക്ലെയിം അവർക്ക് ഈ പാർലമെന്ററി രംഗത്തേക്ക് വരുത്തി വളരെ നിർബന്ധിതമായ ഒരു സാഹചര്യം അങ്ങനെ വന്നു. ആ സമയത്ത് ഏൽപ്പിച്ച ഒരു വിശ്വാസം അതൊരു ടീം വർക്കായിരുന്നു. ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലം MLA അഷ്റഫ് അവരുടെ നേതൃത്വത്തിലുള്ള മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിമിൻ്റെ ജോയിൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തികളുടെ അവസരം കിട്ടി. ഒരു പുതിയൊരു അനുഭവമായിരുന്നു. എന്നിലുള്ള ഒരു പൊതുപ്രവർത്തകനെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു ചലഞ്ച് ആയിരുന്നു. തീർച്ചയായും അതിന് വളരെ നല്ല രൂപത്തിൽ നേടിയെടുക്കാൻ സാധിച്ചു. ടീം വർക്കാണ് അത്. അതിതങ്ങളെന്നൊരു വ്യക്തിയല്ല, നിങ്ങളെപ്പോലുള്ള അനേകം ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും അതുപോലെ തന്നെ സ്ഥാപന പ്രവർത്തകരുടെയും ഒരു ടീം വർക്കിലൂടെ സാധിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലം തങ്ങൾ ആക്ടിംഗ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിൽ ഒരു തുലനം ചെയ്യുകയാണെങ്കിൽ? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വരുന്നതിന് മുമ്പ് കുമ്പളയും അതുപോലെ തന്നെ മംഗൽപ്പാടിയും പിന്നെ എൺമകരിയും മാത്രമായിരുന്നു സംബന്ധിച്ചു. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് ഭരിച്ചുകൊണ്ടിരുന്നു, ഭരണസമിതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ഡിവിഷനുകളാണ് പിന്നെ സാധിച്ചത്. ഒരു ഡിവിഷൻ BJP-ക്കായിരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യം 8 പഞ്ചായത്ത് നമുക്ക് അഭൂതപൂർവമായ നല്ല ഏകപക്ഷീയമായ വിജയം നേടാനും അതനുസരിച്ച് നമുക്ക് പുതിയൊരു ഭരണസമിതി നല്ല മെജോറിറ്റിയോടുകൂടി നമുക്ക് നിലവിൽ അതിൻ്റെ ഭരണസമിതിയിലേക്ക് എത്താനും ഒരു നല്ല മേജർ മെജോറിറ്റിയോടുകൂടി സാധിച്ചു. 8 പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്കിലും വളരെ വലിയ കഴിഞ്ഞ പ്രാവശ്യം വളരെ നെക്കിലാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. നല്ല സിംഗിൾ മെജോറിറ്റിയോടുകൂടി പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിന് എടുക്കാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്തിന് നമുക്ക് സ്വാഭാവികമായും നമുക്ക് 3 നേരത്തെ ഉണ്ടായിരുന്നു, BJP-യുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അതുകൂടി വലിയ രൂപത്തിൽ ചലഞ്ചായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഡിവിഷൻ പുതിയ ഡിവിഷൻ ചലഞ്ചായിരുന്നു. തീർച്ചയായും വലിയ ഒരു അഭൂതപൂർവമായ പ്രാവശ്യം ഒരു UDF-ന്റെ വേവ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ
മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാലയളവിൽ തങ്ങൾ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ ഒരു അഭൂതപൂർവമായ വിജയം മുസ്ലിം ലീഗിന് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നേടാൻ സാധിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീം വർക്കാണ് MLA-യുടെയും നിങ്ങളുടെ ടീമിൻ്റെയും ഒക്കെ ഒരു വിജയം ഇത്തരത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടുകയുണ്ടായി. ഇനി ഈ മണ്ഡലം കമ്മിറ്റി തങ്ങൾ തുടരാനുള്ള ചാൻസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷൻ? അതിപ്പോ സ്വാഭാവികമായി നമുക്കറിയാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആക്ടിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം തീർച്ചയായും അത് വളരെ ഭംഗിയായി പൂർത്തീകരിച്ചതിനുള്ള ആത്മസംതൃപ്തിയോട് കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായും അടുത്ത് തന്നെ നമ്മളെ കമ്മിറ്റി ഉണ്ട്, അതിൽ നേതാക്കന്മാർ അതിനുള്ള അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോകും. ഏതായാലും പിന്നെ ഇപ്പോൾ ഉള്ള ഒരു ആക്ടിംഗ് പ്രസിഡന്റ് എന്ന നിലക്ക് അത് എന്റെ ദൗത്യം പൂർത്തീകരിച്ചു. അതിന് അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പാർട്ടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ മണ്ഡല കമ്മിറ്റിയിൽ ഞാൻ നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആണെങ്കിൽ ഒരു സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനിപ്പോൾ നിലനിൽക്കുന്ന ഒരാളാണ്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഇതൊരു സെമി ഫൈനലാണ് നമുക്ക് ത്രിതല പഞ്ചായത്ത് കഴിയുന്നത്. ഇനി നമുക്കുള്ളത് ഫൈനലാണ്. അത് 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രത്യേകിച്ച് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വലിയ രൂപത്തിൽ മിന്നുന്ന ഒരു വിജയം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിനു വേണ്ടി പാർട്ടിയെ സജ്ജീകരിക്കുക, അതിനോട് ശക്തിപ്പെടുത്തുക, അതിനനുസരിച്ച് കൊണ്ടുള്ള പുതിയ രൂപത്തിലുള്ള പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പ്രചരണ പരിപാടികൾ, കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഇപ്പോൾ SIR-ന്റെ ഒരു കാലമാണ്. അതിന് പ്രവാസി നിങ്ങൾക്കും അറിയാം അതിൻ്റെ കാര്യങ്ങൾ വിവരങ്ങളെല്ലാം. അപ്പോൾ SIR ഇപ്പോൾ ഇന്ന് രാത്രിയോ അല്ല നാളെ ഇത് പ്രസിദ്ധീകരിക്കപ്പെടും. അപ്പോൾ അതിന് നമുക്കനുസരിച്ച് ഏതൊക്കെയാണ് നമുക്ക് ഏത് ഭാഗത്താണ് ഏതെല്ലാം കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ചർച്ച നടക്കും. വളരെയധികം നന്ദി സയ്യിദ് ഹാജി തങ്ങൾ. എല്ലാവിധ ആശംസകളും ഭാവനവും നേരുകയാണ്. മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇനിയും വിജയങ്ങൾ കൊയ്യാൻ സാധിക്കട്ടെ. അങ്ങേരുടെ നേതൃത്വം പാർട്ടിക്ക് എന്നും ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായത് വളരെ ചുരുങ്ങിയ സമയത്തേക്കാണെങ്കിലും വളരെ ബിസി ഷെഡ്യൂളിൽ നിന്നും മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാജി തങ്ങൾ മുഗ്രാൽ, അദ്ദേഹത്തോടൊപ്പമാണ് മുഗ്രാൽ ന്യൂസിന്റെ ചെറിയ സമയം ഇന്ന് ചെലവഴിച്ചത്. വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു സൈഫ്.